നവരാത്രി തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2 ദിവസമായി. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പം എല്ലാവർക്കും നവരാത്രി സെലിബ്രേറ്റ് ചെയ്യാൻ പല പല റീസണാണ്. പ്ലസ് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയും ഭയങ്കര ഡിഫറെൻ്റാണ്. എൻ്റെ ഓർമ്മയിലുള്ള ഒരു നവരാത്രി എന്ന് പറഞ്ഞാൽ കൊച്ചിലെ ഞങ്ങൾക്ക് ഒരുപാട് ഈ ദുർഗാപൂജയായിരുന്നു. നവരാത്രി എന്ന് പറയുമ്പോൾ മെയിൻ ദുർഗാപൂജയാണ്. അപ്പം അത് ഒരുപാട് കൾച്ചറൽ ഫെസ്റ്റിവൽസും ഒരുപാട് ഡാൻഡിയ നൈറ്റും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പൂജ ഹോളിഡേയ്സ് ഉണ്ടാവും. അത് മാത്രമല്ല അവിടെ നോർത്ത് ഇന്ത്യയിൽ ഈ അഷ്ടമി നവമി ദിവസം കഞ്ചക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദേവിക്ക് നൽകുന്ന പ്രസാദം. അപ്പം ചെറിയ പെൺപിള്ളേരെ വിളിച്ചിട്ട് അവിടുത്തെ പഞ്ചാബീസും അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഫാമിലീസ് പെണ്ണുങ്ങളെ വിളിച്ച് ഇങ്ങനെ താഴെ നിലത്ത് ഇരുത്തി പൂരി ചോല് ഹൽവ ഇതൊക്കെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റൊക്കെ തരും, റിട്ടേൺ ഗിഫ്റ്റൊക്കെ തരും. ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ടൈമായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും ആ പ്രസാദത്തിൽ 1 രൂപ കോയിൻ അല്ലെങ്കിൽ 2 രൂപ ഒക്കെ പിന്നെ ഞങ്ങൾ വലുതായി തുടങ്ങി 5 രൂപയൊക്കെ കിട്ടി തുടങ്ങി. അപ്പം ഞങ്ങളൊക്കെ അന്ന് ഒരു ചെറിയൊരു കോഴ്സ് കൊണ്ടാണ് പോകുന്നത്. ഭയങ്കര കളക്ഷൻ ഒക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പം നവരാത്രി എന്ന് പറയുമ്പം ചെറുപ്പത്തിലെ ആ ഒരു ഓർമ്മയാണ് വരുന്നത്. പിന്നെ വലുതായി പഠിപ്പ്, ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പം നവരാത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു സെലിബ്രേഷൻ എസൻസ് ഒക്കെ പോയി തുടങ്ങി. ബിക്കോസ് എന്നും ഒരു ഹസലായിരുന്നു, ഭയങ്കര വർക്കും അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ ഇങ്ങനെയൊന്നും ഇതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കാനോ ഇതിൻ്റെ എന്താണ് ആക്ച്വൽ മഹത്വം എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു ടൈമില്ല. അപ്പം ഇപ്പൊ ഈ ചാനലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത്, ഇതിനെപ്പറ്റി ഇനിയും അറിയണം എന്നൊരു താല്പര്യം വരുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും നവരാത്രി എന്ന് പറയുമ്പം 9 രാത്രി, അതാണ് അതിന്റെ അർത്ഥം. അപ്പം ഒരേ ദിവസം ഒരേ രാത്രികളിലും ഓരോ ദേവിയെയാണ് പൂജിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു നവരാത്രി 9 ദിവസത്തെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പ്ലസ് അത് മാത്രമല്ല, ഇപ്പം സൗത്തിലും നോർത്തിലും ഒക്കെ നവരാത്രിക്ക് ഓരോ ദിവസം ഓരോ ദേവിയെ പ്രാർത്ഥിക്കുവാണെങ്കിൽ ശരിക്കും വെസ്റ്റ് ബംഗാളിലൊക്കെ ദുർഗാദേവിയെ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ദുർഗാ പൂജയുടെ ആ ഒരു എസൻസ് ആണ് വരുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ശരിക്കും ഞാൻ ഈ നവരാത്രി സമയത്ത് ദേവി മഹാത്മ്യം വായിച്ചു. ദേവി മഹാത്മ്യത്തില് ഓരോ അസുരന്മാരെ അവരുടെ പവർ വെച്ച് നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അപ്പം ദേവി മഹാത്മ്യം മാത്രമല്ല, ഇതിൽ കുറച്ചുകൂടി ഡീപ്പർ മീനിങ് ഉണ്ട്. ഇപ്പം സ്പെസിഫിക്കലി ഈ ഒരു സമയത്താണ് എല്ലാ ദേവിമാരെയും ഫെമിനിൻ എനർജി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതായത് ശക്തി. ഇപ്പൊ മാർക്കണ്ഡേയ പുരാണത്തില് ആണ് ദേവി മഹാത്മ്യത്തിന്റെ ആ ഒരു ശക്തിയെ പൂജിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പം ഇതിന് ഒരു സ്റ്റെപ്പ് ഡീപ്പർ ഈ വർഷം പോകാന്ന് വിചാരിച്ചു. ശരിക്കും 9 ദിവസം ഒരേ ദേവിയെ പ്രാർത്ഥിക്കുമ്പം ഒരേ ദേവി ആ ഒരു ദേവി വരെ ആകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്, ആ ഒരു പ്രോസസ്സ്. അതിനെപ്പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. എനിക്ക് ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ദിവസം, അതായത് നവരാത്രി ഫസ്റ്റ് ഡേ പൂജിക്കുന്ന ദേവിയാണ് ശൈലപുത്രി. ശൈലപുത്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൗണ്ടൻ, അതായത് ഒരു പർവ്വതത്തിന്റെ മോള് എന്നാണ് അതിന്റെ അർത്ഥം, ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അപ്പം രാജാവ് ഹിമവതന്റെ മോളായിരുന്നു പാർവതി ദേവി. അപ്പം നമ്മൾ ഒരിക്കലും സാധാരണ ആൾക്കാരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ സ്റ്റഡി ചെയ്യില്ല. പിന്നെ അവര് വലിയ ആൾക്കാരാകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആകുമ്പോഴാണ് നമ്മൾ അവരുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ ചെറുപ്പക്കാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ശൈലപുത്രി, അതായത് പാർവതി ദേവി, ചെറുപ്പത്തിലെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു. അവർ ചെറുപ്പം പ്രായം തൊട്ടേ ഭയങ്കര മെഡിറ്റേഷനും പ്രാർത്ഥനയും പൂജയും അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അത് മാത്രമല്ല, അവര് ഭയങ്കരമായിട്ട് ഒരു കാം സ്വഭാവമുള്ള ഒരു കൊച്ചായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് അത് ഒന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, അല്ലെ? ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ കാമായിട്ട് ഇരിക്കുക. നമ്മളെല്ലാം നമ്മളെ അടുത്തുള്ള ആൾക്കാരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ കോണ്ടന്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മൾ ലാപ്ടോപ്പ് നോക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫോൺ എടുക്കും. ഫോണിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും മിസ്സായി പോയോ എന്നുള്ളൊരു പേടിയാണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും നോക്കാൻ തുടങ്ങും. TV കാണും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ബ്രെയിനിന് ഒട്ടൊരു ബ്രേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസിന് ഒരു ബ്രേക്ക് ഇല്ല. അപ്പം ശരിക്കും ശൈലപുത്രിയെ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഈ ദേവിയെ പ്രാർത്ഥിക്കാൻ, ഫസ്റ്റ് ഡേ പ്രാർത്ഥിക്കാൻ ഏറ്റവും വലിയ റീസൺ ആണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗ്രൗണ്ടിങ് പവർ, അതായത് നമ്മൾ എവിടെയെങ്കിലും ആ സ്ഥിരത കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്.
അപ്പം നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളോട് ഏറ്റവും ആദ്യം ചെയ്യാൻ പറയുന്നത് നമ്മൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളൊക്കെ മാറ്റി വെക്കുക. അപ്പം അത് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം നവരാത്രി ഡേ 1 നമ്മൾ ശൈലപുത്രിയെ പ്രാർത്ഥിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇനിയും ട്രാൻസ്ഫോം ആവാം, ഇനിയും പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഫോക്കസ് ആയിട്ട് ഇൻവോൾവ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു ഗ്രൗണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇനി നെക്സ്റ്റ് കാര്യത്തിൽ പോകാൻ വേണ്ടിയുള്ള ഒരു പവർ കിട്ടുന്നത്. അപ്പം നമ്മളോട് തന്നെ ഇപ്പം നമ്മുടെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവർക്കും നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഹാപ്പിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, നമ്മൾ പിള്ളേരാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ഒരിക്കലും നമുക്ക് എന്താ ഇനി വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ബിക്കോസ് അതൊരു പ്രയോറിറ്റി ആയിട്ട് വരുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനും ഹസ്ബൻഡും ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു മൂവി കണ്ടത്. ഒരുപാട് വർഷമായി, മേ ബി ഒരു 2-3 years ആയി തിയേറ്ററിൽ പോയി ഒരു മൂവി കണ്ടത്. ബിക്കോസ് ഞങ്ങൾക്ക് എപ്പോഴും ഇതായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പം അവൻ ഇരിക്കില്ല, അവനങ്ങനെ സിനിമ കാണാനോ അങ്ങനെ താല്പര്യമില്ല. അപ്പം ആർക്കും സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഡു വൺ തിങ്, ഓരോരുത്തർക്ക് പോവാം, ഒരുമിച്ച് പോകണ്ട, സിനിമ കണ്ടാൽ മതിയല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു വീക്കെൻഡ് ഞാൻ പോയി, ഒരു വീക്കെൻഡ് ഹസ്ബൻഡ് പോയി. അപ്പം ഞങ്ങൾക്ക് ലിറ്ററലി ആ ഒരു 3-4 hours ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് സിനിമ കണ്ട് എൻജോയ് ചെയ്ത് ആ ഒരു മീ ടൈം കിട്ടി. അപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തേക്ക് എത്ര കാലമായി നമുക്ക് വേണ്ടി ഒന്നും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇത്രയും ബഹളത്തിലേക്ക് ഇറങ്ങണേക്കാളും മുന്നേ നമ്മളെ ഗ്രൗണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ പുള്ളി ചെയ്ത് നിൽക്കുന്ന കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ചില ആൾക്കാർക്ക് അതൊരു മെഡിറ്റേഷൻ ആയിരിക്കാം, ചില ആൾക്കാർക്ക് രാവിലെ എണീറ്റ് ഇപ്പം ഞാൻ അറിയുന്ന കുറെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, അവര് ബൈബിൾ വായിക്കും. അപ്പം രാവിലെ അവർക്ക് ബൈബിൾ വായിക്കുന്നതും ജീസസ് ആയിട്ട് കണക്ട് ചെയ്തതും അതാണ് അവർക്ക് ഉള്ളൊരു ഗ്രൗണ്ടിങ് പവർ. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും. അങ്ങനെ തന്നെ ഞാൻ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഫാദറിലോ ആണെങ്കിലും രാവിലെ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി വിഷ്ണു സഹസ്രനാമം വായിക്കണം. ആ ഒരു ആങ്കർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നവരാത്രിയുടെ ഡേ 1 നമ്മള് ശൈലപുത്രിയെ പ്രാർത്ഥിക്കുമ്പം നമ്മൾ എവിടെയെങ്കിലും പോണെങ്കിൽ, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് കിട്ടും. അതായത് ഇപ്പം ശൈലപുത്രി ചെറുപ്പം കാലം തൊട്ട് ഇത്രയും ആ ഒരു കാം, ആ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിരുന്നു. ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച പോലെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്റ്റെബിലിറ്റി വരുന്നത്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുന്ന സമയത്ത് 2 മിനിറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന എൻവയൺമെന്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആയി, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡിസ്ട്രാക്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയൊരു കാര്യം ആലോചിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്. അപ്പം ഇന്ന്, അതായത് ഇപ്പം ഡേ 3 ആയി, പക്ഷെ നമ്മൾ ശൈലപുത്രിയെ നമ്മുടെ ഒരു പാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തായിരിക്കും ആ ഒരു ഗ്രൗണ്ടിങ് പവർ, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഓക്കെ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് തോന്നുന്നത്. ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ ആവാം, ചില ആൾക്കാർക്ക് ഭഗവത്ഗീത വായിച്ചിട്ടാവാം, ചില ആൾക്കാർക്ക് ബൈബിൾ വായിച്ചിട്ടാവാം, അപ്പം ചില ആൾക്കാർക്ക് ഫോണിൽ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ വിളിച്ച് സംസാരിച്ചിട്ടാവാം. അപ്പം ആ ഒരു ആങ്കർ, ആ ഒരു പോയിന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ തന്നെ നമ്മൾ ഡേ 2, അതായത് നവരാത്രിയുടെ സെക്കൻഡ് ഡേ പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മചാരിണി, അതായത് പാർവതി ദേവിയുടെ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ്. അതായത് പാർവതി ദേവി ഭയങ്കരമായിട്ട് ഫോക്കസ്ഡും ഭയങ്കര സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവര് അത്രയും ഫോക്കസ്, അത്രയും ഡെഡിക്കേഷനോടെ പ്രാർത്ഥിച്ചിട്ടാണ് ശിവന്റെ ഭാര്യയാവാനുള്ള ഒരു വരദാനം കിട്ടിയത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് ഒരു ഗോൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം കൂടിയാണ് പറയുന്നത്, ഒരു ഗോൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾ വരെ എത്താൻ വേണ്ടിയുള്ള ഒരു ഡിസിപ്ലിൻ അത് ഭയങ്കര കുറവാണ്. ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന ഒരു ലൈഫ്, ഇല്ലെങ്കിൽ ആ ഒരു വേൾഡ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് റിസൾട്ട് കാണുന്ന ഒരു വേൾഡാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുവാണെങ്കിൽ തന്നെ
നമ്മൾ ഒരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, പെട്ടെന്ന് നമ്മൾ വ്യൂസ് കിട്ടി, ലൈക്സ് കിട്ടി, കമന്റ്സ് കിട്ടി, അതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ എൻഡ് ഗോൾ എന്തായിരുന്നു നമ്മൾ ഒട്ടും ഓർക്കുന്നില്ല, അല്ലെ? സോ ആ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷൻ ഉള്ള കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ആക്ച്വൽ ഗോളിലേക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷെ ബ്രഹ്മചാരിണി, അതായത് ഈ ഫെമിനിൻ എനർജി നമുക്ക് ആദ്യത്തെ ശൈലപുത്രിയിൽ നിന്ന് ബ്രഹ്മചാരിണിയിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതൊരു നമ്മുടെ ഒരു എവല്യൂഷൻ ആണ്. നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ പറ്റുന്നത്, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു 9 ദിവസം ഒരു ജേർണി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡേ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രൗണ്ടഡ് ആയിരുന്നു, നമ്മൾ ഭയങ്കര ഹമ്പിൾ ആയിരുന്നു. സെക്കൻഡ് ഡേ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ എന്തായിരുന്നു ഗോൾസ്? ഇപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗോൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ പകുതി വെച്ച് എവിടെയൊക്കെയോ നമ്മൾ ആ ഗോൾസ് മറന്നു, അല്ലെങ്കിൽ അത് അതിനെക്കാട്ടും വലിയ പ്രയോറിറ്റീസ് വന്നപ്പം ഗോൾസ് ഓക്കെ ഫൈൻ, ഇനി അടുത്ത വർഷം ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ച് അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. അപ്പം ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഈ നവരാത്രി സമയത്ത് ഇപ്പൊ നമ്മൾക്ക് ഭയങ്കര സ്പെഷ്യൽ, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്ന കാരണമാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെപ്പറ്റി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഗോൾസ് എന്തായിരുന്നു? ആ ഗോളിലേക്ക് നമുക്ക് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞ ഒരു ദേവിയുടെ ആ ഒരു ക്വാളിറ്റീസ്, ഫോക്കസ്, നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ചെറിയ ചെറിയ സ്റ്റെപ്സിലാണെങ്കിലും ഇന്ന് നമുക്ക് എന്ത് ചെയ്താലാണ് നമ്മുടെ ആ ഗോൾ, ആ ഫൈനൽ ഗോൾ വരെ എത്താൻ പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഡേ 1ഉം ഡേ 2ഉം കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് നവരാത്രി ഡേ 3 പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചന്ദ്രഘണ്ഠ എന്ന് പറഞ്ഞ ദേവിയാണ്. ചന്ദ്രഘണ്ഠ എന്ന് പറയാനുള്ള റീസൺ, അവരുടെ ആ ദേവിയുടെ തലേമേ ഒരു മണിയുടെ ഷേപ്പിലെ ഒരു ചന്ദ്രനുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രഘണ്ഠ എന്നുള്ളൊരു പേര് വരുന്നത്. അതും പാർവതി ദേവിയുടെ ഒരു അവതാരമാണ്. ഇപ്പം ശൈലപുത്രി, അതായത് ഭയങ്കര കാമായിട്ടുള്ള ശൈലപുത്രി ബ്രഹ്മചാരിണിയായി, ഫോക്കസ്ഡും സെൽഫ് ഡിസിപ്ലിൻഡ് ആയി ഇനി ചന്ദ്രഘണ്ഠ എന്ന് പറഞ്ഞ ദേവിയുടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് നമ്മൾ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞു. ഇനി പുറമെ നമ്മുടെ കറേജ്, അതായത് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കാനുള്ള സമയമാണ്. ഇപ്പം ഈ ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറെ ആൾക്കാർക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ആ ഒരു പേടി, ആ ഒരു ഫിയർ കാരണം ഒരിക്കലും അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടി ഭയങ്കര ഒരു പേടിയാണ്. കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു ദിവസം, അതായത് ചന്ദ്രഘണ്ഠ ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, നമ്മുടെ എന്തെങ്കിലും ഒരു ഫിയർ, നമുക്ക് ഇത്രയും കാലമായിട്ടുള്ള ഒരു പേടി, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് ഒരു സ്റ്റെപ്പ് ക്ലോസർ എത്താൻ പറ്റുമായിരിക്കും. അപ്പം നമുക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു ദേവിയുടെ ഒരു ക്വാളിറ്റി, ഒരു വരദാനമായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം നമ്മുടെ സ്വന്തം ലൈഫിൽ. ഇപ്പം നമ്മൾ നവരാത്രി എന്നൊക്കെ പറയുമ്പം ശരിക്കും അത് പൂജയും പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെസൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ ബുക്ക് തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കണമെന്നില്ല, ഓരോ ക്യാരക്ടറിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ ഒരു പേഴ്സണാലിറ്റി തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് ചെയ്യണം എന്ന് തോന്നും. ഒരേ ക്യാരക്ടറിനെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും. അത് നമ്മൾ അത്രയും ഫോളോ ചെയ്താൽ മതി. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പം ഇതായിരുന്നു ഈ വർഷം ഞാൻ ഉദ്ദേശിച്ച നവരാത്രി മിനി സീരീസ്. അപ്പം ഒരേ ദേവിയെ പറ്റി പഠിക്കുമ്പോൾ ആ ദേവിയുടെ ക്യാരക്ടേഴ്സ് നമുക്ക് ഒരുപാട് പഴയ കാര്യങ്ങളാണ്, ഒരുപാട് കാലം മുന്നേ ഉണ്ടായ സ്റ്റോറീസ് ഒക്കെയാണ്. അത് നമ്മൾ ഒരു സ്റ്റോറി ആയിട്ട് മാത്രം പഠിക്കാണ്ട്, ഒരു ദേവിയെ മാത്രം പ്രാർത്ഥിക്കാണ്ട് അവരുടെ ക്വാളിറ്റീസ് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ വർഷം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഈ നവരാത്രി 9ാം ദിവസം വരെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ ദേവിയെ പറ്റി നമുക്ക് മനസ്സിലാക്കി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി, നമുക്കിപ്പം നമ്മൾ പറയില്ലേ ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇല്ലെങ്കിൽ യോഗ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പറയുന്ന പോലെ തന്നെ ഇത് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു 9 ഡേ പ്രോസസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പം ഇത് നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എങ്ങനെയാണ് ഓരോ ദേവിയുടെ കയ്യിൽ നിന്ന് അവർ തരുന്ന ലെസൺസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നും അത് നമുക്ക് ബാക്കി ആൾക്കാരായിട്ട് ഷെയർ ചെയ്തിട്ട് അവർക്കും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്, എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നും നമുക്ക് ട്രൈ ചെയ്യാം. ഡേ 4 ഏത് ദേവിയായിരിക്കും വർഷിപ്പ് ചെയ്യുന്നത്, ആ ദേവിയുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതുവരെ ഹാപ്പി നവരാത്രി. താങ്ക് യു. ബൈ.